നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ പത്രിപ്പാള ഭാഗത്തുള്ള ഒരു വില്ല പ്രോജക്റ്റിൻ്റെ അകത്തുള്ള നല്ല ഒരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോണ വീട് ഈ വീടാണ്. അപ്പോൾ ഇത് വന്നിട്ട് നല്ല രീതിക്കുള്ള ഒരു വില്ല പ്രോജക്റ്റാണ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഒക്കെ നിറയെ വീടുകൾ ഉള്ളതാണ്. അത്യാവശ്യം വീതി കൂടിയ ഇൻ്റർലോക്ക് ഇട്ട റോഡുണ്ട്. നമ്മുടെ ഈ ഫ്രണ്ടേജ് കയറി വന്ന വഴിക്ക് ഏറ്റവും ലാസ്റ്റത്തെ വീടാണ് നമ്മളുടെ ഈ വീട്. നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വന്നിട്ട് നോർത്ത് ഫേസ് ആണ്. വാസ്തുപ്രകാരം നോക്കി ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഉമ്മാർത്ത് വരുമ്പോൾ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു ഓപ്പൺ വെല്ല് ഇവിടെയുണ്ട്. ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ രീതിക്കുള്ള ഒരു ഓപ്പൺ വെല്ലാണ്. അതുകൂടാതെ നമ്മളുടെ ഈ പ്രോപ്പർട്ടീൻ്റെ ഈ ഗേറ്റിൽ കയറി വഴിക്ക് ഇവിടെയും നമുക്ക് വണ്ടി നിർത്താം. അതേപോലെ ഇവിടെയും വന്നിട്ട് നമുക്ക് കാർ നിർത്താൻ പറ്റിയ രീതിക്കുള്ള സ്ഥല സൗകര്യമുണ്ട്. അപ്പുറത്ത് വേറെ വീടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നിർത്താൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇതാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടീൻ്റെ എൻട്രൻസ് ആയിട്ട് വരിക. ഇവിടെ കയറി വന്ന വഴിക്ക് ഈ രണ്ട് ഭാഗത്തും നല്ല രീതിക്കുള്ള ഗാർഡനിങ് ചെയ്തിട്ടുണ്ട്. ഈ മരങ്ങളൊക്കെ കാണുമ്പോൾ നന്നായിട്ടുണ്ട്. അതേപോലെ ഈ പ്രോപ്പർട്ടിൻ്റെ ഈ ഭാഗത്തും റൈറ്റ് സൈഡും അതുപോലെ നല്ല രീതിയിലുള്ള മരങ്ങൾ വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി വളർന്നാൽ ഇനി നന്നായിട്ടുണ്ടാകും. ഇപ്പുറത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മാവ് കാര്യങ്ങളും എല്ലതും ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. മൊത്തം വന്നിട്ട് 5 സെൻറ്റ് സ്ഥലമുണ്ട് നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ അകത്ത്. അതിൽ 1750 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 4 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള വീടാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ എൻട്രൻസ് ഭാഗം വരുന്നത്. നല്ല രീതിയിലുള്ള പണിത് തേക്ക് മരത്തിൽ പണിത് ജനൽ വാതിലാണ് ഉള്ളത്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഹാള്. അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ഹാളാണ്. ഇൻറ്റീരിയറൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ ജനലിലും വന്നിട്ട് നല്ല രീതിയിലുള്ള കർട്ടൻസും കാര്യങ്ങളും എല്ലതും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ആയിക്കോട്ടെ അവിടെ ആയിക്കോട്ടെ എല്ലാ ബെഡ്റൂം ആയിക്കോട്ടെ. നമ്മളുടെ ഈ വീട്ടിൽ വന്നിട്ട് മൊത്തം 4 ബെഡ്റൂം ഉണ്ടെങ്കിലും ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. നമ്മളുടെ ഈ ഭാഗം ഹാള് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതാണ് നമുക്ക് ഡൈനിങ് ഏരിയ ആയിട്ട് വരുന്നത്. അതേപോലെ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗങ്ങളിലാണ്. ആദ്യത്തെ ബെഡ്റൂമായിട്ട് നമുക്ക് ഈ ബെഡ്റൂമിൽ കാണാം. ഇതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. വീട് വന്ന് മൊത്തം ഒരു 3.5 വർഷമേ പഴക്കമായിട്ടുള്ളൂ. ഇപ്പം എൻ്റെ ഉടമസ്ഥന് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇത് കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് അറ്റാച്ച് ബാത്റൂം ഉണ്ട്. വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം ഉള്ളത് ഈ ഭാഗത്താണ്. ഇതാണ് വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ അറ്റാച്ച് ബാത്റൂം വന്നിട്ടില്ല. മൊത്തം 4 ബെഡ്റൂം ഉള്ളത് കൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ള ഒരു ബെഡ്റൂമിലും ബാത്റൂം അറ്റാച്ച്ഡ്. അതേപോലെ മേലെ കാണുന്ന 2 റൂമിലും ബാത്ത് അറ്റാച്ച്ഡ്. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച് വന്നിട്ടില്ല. പക്ഷേ എല്ലാ വിൻഡോസിലും നല്ല രീതിക്കുള്ള മസ്കിറ്റോ മാറ്റും അതേപോലെ ഇങ്ങനത്തെ കർട്ടൻസും എല്ലതും ഇട്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മളുടെ ഈ ഡൈനിങ് റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനത്തെ നല്ലൊരു സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റിയ രീതിയിലുള്ള സെൽഫും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതാണ് നമുക്ക് കിച്ചണായിട്ട് വരുന്നത്. കിഴക്ക് വടക്ക് ഭാഗത്താണ് നമ്മുടെ കിച്ചൺ വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കബോർഡ്സൊക്കെ വെച്ചിട്ടുണ്ട് സാധനമൊക്കെ വെക്കുന്ന രീതിക്ക്. അതേസമയത്ത് നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ അകത്ത് ബോർവെൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതുകൂടാതെ പഞ്ചായത്തിൻ്റെ വാട്ടറും കൂടി ഇവിടെ അവൈലബിൾ ആണ്. ധാരാളം വെള്ളമുണ്ട്, നല്ല വെള്ളമാണ്. അതേപോലെ ഈ കിച്ചൺ കഴിഞ്ഞ വഴിക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് വർക്ക് ഏരിയ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഈ ഭാഗത്ത് അത്യാവശ്യം വാഷിംഗ് മെഷീൻ പോയിന്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ബോർവെൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ധാരാളം വെള്ളമുണ്ട്, അവിടെ വിഷയമില്ല. ഇവിടെ വന്നിട്ട് ഒരു കോമൺ ബാത്റൂം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലൊക്കെ സർവൻ്റൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം ഇവിടെയുണ്ട്. അതേപോലെ ഇവിടെ ഒരു പുറത്തു പോകാനുള്ള ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്, ഡോറൊന്നും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡ് വർക്ക് ഏരിയ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. തുണിയൊക്കെ അടക്കിയിട്ട് ഉണക്കാടാനൊക്കെ അവിടെ നിന്ന് പറ്റും. അപ്പോൾ നമ്മളുടെ ഈ പ്രോപ്പർട്ടിൻ്റെ മുകൾ വശത്ത് 2 ബെഡ്റൂമാണുള്ളത്. ഇതൊരു ബെഡ്റൂമും ഇപ്പുറത്ത് വേറൊരു ബെഡ്റൂമും. അതേപോലെ 2 ബാൽക്കണിയാണുള്ളത്. ഈ ഭാഗത്തൊരു ബാൽക്കണിയും അവിടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡായിട്ട് വേറൊരു ബാൽക്കണിയും. ഇവിടെ വന്നിട്ട് ഇത്രയും വലിയ രീതിക്കുള്ള ഒരു ലിവിങ് സ്പേസ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമാണ്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ്. ഡയറക്റ്റായിട്ട് വന്ന വഴിക്ക് താമസിക്കുന്ന രീതിക്കുള്ള എല്ലാവിധമായ സെറ്റപ്പും ഇവിടെയുണ്ട്. അപ്പോൾ മുകളിലൊക്കെ വന്നിട്ട് അത്യാവശ്യം സെൽഫൊക്കെ നല്ലപോലെ തന്നെ ഇവിടെ ഉള്ളതാണ്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ബാത്റൂം ഉള്ളത് ഈ ഭാഗത്താണ്. അതേപോലെ ഇതാണ് വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ വലിയൊരു ബെഡ്റൂം തന്നെയാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടപ്പുറത്താണ് മൗണ്ട് സീന സ്കൂളുള്ളത്. ഈ സ്കൂളിലേക്കൊക്കെ നടന്നു പോകാനുള്ള ഡിസ്റ്റൻസാണ് നമുക്ക് ഇവിടെ നിന്നുള്ളത്. സോ ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച് ഇവിടെയാണ്. ഇത് ഒരു ഓപ്പൺ ബാൽക്കണിയാണ്. ഇവിടെ ഇത്രയ്ക്കും സ്പേസ് നമുക്ക് ഉള്ളതാണ്. ഇത് മേലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് ഈ സൈഡിൽ കൂടെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് സൗണ്ടൊക്കെ കേൾക്കാൻ സാധിക്കും. ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ അങ്ങോട്ട് പോയാൽ ഹൈവേ ആണ്. അതായത് പാലക്കാട് നിന്ന് ഇവിടെ ഒറ്റപ്പാലം പോകുന്ന ഹൈവേ പത്തിരിപ്പാള ജംഗ്ഷൻ്റെ തൊട്ടടുത്തുള്ള വില്ല പ്രൊജക്റ്റാണിത്. ഇവിടെ നിന്ന് 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഹൈവേ ഉള്ളത്. ഇത് വന്നിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമുള്ള ബാൽക്കണിയാണ്. ഇവിടെ ഇത്രയും സ്പേസ് നന്നായിട്ടുണ്ട്. അതേപോലെ ഈ താഴെ ഭാഗത്തും നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ഈ ഭാഗത്ത് ഒരുപാട് വില്ലകൾ ഒരേ മോഡലിൽ ഉള്ളതാണ്. താമസിക്കാൻ പറ്റിയ രീതിക്കുള്ള നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഏരിയ. അതേപോലെ ഇവിടെ കാണുന്ന ബിൽഡിംഗ് വന്നിട്ട് മൗണ്ട് സീന സ്കൂളാണ്. ആ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് നമ്മളുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്കും സ്കൂളിലേക്ക് കൂടിയിട്ട് ഒരു 100 മീറ്റർ ഡിസ്റ്റൻസേ ഉണ്ടാകുള്ളൂ. ഇവിടെ കാണുന്നത് വന്നിട്ട് സ്കൂളിൻ്റെ ബിൽഡിംഗ് ആണ്. അപ്പോൾ
ഞമ്മ പരിചയപ്പെട്ട ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സ്ഥലം വന്നിട്ട് നമ്മുടെ പാലക്കാടിലെ പത്തിരിപ്പാള ഭാഗത്താണ്. പത്തിരിപ്പാള ഭാഗത്ത് മൗണ്ട് സീന സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഹൈവേ നിന്ന് വെറും ഒരു 100 to 150 മീറ്റർ മാറ്റത്തിലാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഇത് വന്നിട്ട് നല്ല ഒരു വില്ല പ്രോജക്റ്റാണ്. ഈ ഭാഗത്തൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരേമാതിരിയായ വില്ലകൾ ധാരാളം ഉണ്ട്. അതേപോലെ ഈ ഭാഗത്തൊക്കെ നോക്കുന്ന സമയത്തും ഒരേപോലത്തുള്ള വില്ലകൾ നന്നായിട്ടുണ്ട്. ഇതിൽ പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി. നമ്മുടെ പ്രോപ്പർട്ടി ഫേസ് ചെയ്യുന്നത് വന്നിട്ട് വടക്ക് ഫേസാണ്. മൊത്തം വന്നിട്ട് 5 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 1750 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 4 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള നല്ല ഒരു വില്ലയാണിത്. മൊത്തം വന്നിട്ട് 3.5 വർഷം പഴക്കമുണ്ട്. വാസ്തുപ്രകാരം പെർഫെക്റ്റ് ആണ്. വെള്ളത്തിൻ്റെ സൗകര്യം ബോർവെള്ളം പഞ്ചായത്ത് വാട്ടർ രണ്ടും ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടീനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന പ്രൈസ് വന്നിട്ട് 49 lakhs ആണ്, 49 ലക്ഷം രൂപ. ഈ നേരിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൈസ് ഒന്ന് ചെറിയൊരു മാറ്റം കൂടി വരും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി എടുക്കാമെന്ന് താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നമ്മുടെ അടുത്ത് പ്രോപ്പർട്ടി എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ പ്രോപ്പർട്ടീൻ്റെ ഫുള്ള് ഡോക്യുമെൻറ്റും ക്ലിയർ ആക്കി തരുന്നതും, അതുമാത്രമല്ല ഈ പ്രോപ്പർട്ടി എടുത്ത ശേഷം നിങ്ങൾക്ക് വേണ്ട A to Z പേപ്പർ റെഡിയാക്കി തരുന്നതും നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇടപാടുകൾ വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക. നന്ദി, നമസ്കാരം.